ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമ്മളുടെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്ന ഒരു റെസിപ്പിയാണ്. അതിൽ ചെറിയ ചെറിയ കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടല ഒന്ന് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തിട്ട് ഒന്ന് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കില്ലേ, അതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞിട്ട് പോകണ്ട, എന്നാലും പരിപ്പ് പൊടിയേക്കാൾ ഒരു ഇത്തിരിയും കൂടെ അല്പം ഒന്ന് അരയണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്. പച്ചമുളക് ഒരുപാടൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്തത് ഞാൻ ഈ നമ്മൾ നേരത്തെ കടലയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പരിപ്പോടെയൊക്കെ ചെയ്യണ പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ്, പരിപ്പോടയുടെ വലിയതല്ലേ, അപ്പോൾ നമ്മളിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ഒരു പാതി ഭാഗം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ പൊരിച്ച ഓയിലിൽ നിന്ന് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു, ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു സവാള, ഇത്രയും ഇട്ടിട്ട് ഒന്ന് നമ്മൾ മഞ്ചൂരിയൻ റെസിപ്പീസൊക്കെ ചെയ്യണ പോലെ തന്നെ ഒന്ന് പാതി വാടി ആ സവാളയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തേക്കുക. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ചേർക്കുന്നത്. 2 മുതൽ 2.5 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോസ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സോസ് പെട്ടെന്ന് വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കുള്ള ആ ഒരു ഗ്രേവി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൽ 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആ കോൺഫ്ലോർ മിക്സ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രേവിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. നല്ലൊരു തിക്നെസ് ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എരിവില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ഉപ്പ് അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സമയം കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പിൻ്റെ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് കുറച്ച് നേരം, ഒരുപാട് വറ്റിയിട്ടൊന്നും പോകണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ആ ഒരു ഗ്രേവി അതിലേക്കൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് അധികം മല്ലിയില എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. മല്ലിയില പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി, അത് വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാനീരോ പുളിക്ക് ആവശ്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പിൻ്റെ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിപ്പോൾ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.